ഭിന്നശേഷിക്കാരുടെ തണലായി പ്രവർത്തിക്കുന്ന തണൽമരം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് താനൂർ നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ പറഞ്ഞു. താനൂർ ഓലപ്പീടിക എളാപ്പപ്പടിയിൽ തണൽമരം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ റംസാൻ കിറ്റ് വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. 250-ലേറെ നിർധന കുടുംബങ്ങൾക്കാണ് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തത്. ഭിന്നശേഷി ഉന്നമനത്തിനായി പരിശ്രമിക്കുന്ന തണൽമരം ഫൗണ്ടേഷന് കീഴിൽ 250-ലേറെ നിർധന കുടുംബങ്ങൾക്കാണ് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തത്. 50 കുടുംബങ്ങൾക്ക് മാസം തോറും സ്ഥിരമായ ഭക്ഷണ കിറ്റും പുറമെ വർഷങ്ങളായി എല്ലാ റംസാനുകളിലും ഇത്തരം ഭക്ഷണ കിറ്റ് വിതരണവും ഇവർ നൽകി വരുന്നുണ്ട്. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ നിർവഹിച്ചു. ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് ഒരു നിയോഗമുണ്ട്. തീർച്ചയായിട്ടും ആ നിയോഗത്തെ ഇത്രയും ആളുകളുടെ ഈ ഒരു തണൽ മരവുമായി ബന്ധപ്പെട്ട് ഇതിനെ ഇത്രത്തോളം തണലാക്കി മാറ്റിയ മനുഷ്യർ, വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മൾ തണൽ മരങ്ങളെ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ മരങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ സമൂഹത്തിൽ കേരളത്തിൽ അങ്ങോളങ്ങൾ താനൂരിലെ ഒരു എളാപ്പപ്പടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചപ്പോൾ അധ്യക്ഷൻ പറയുണ്ടായി. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഫാത്തിമ മുഖ്യ പ്രഭാഷണം നടത്തി. 250ഓളം കുടുംബങ്ങൾക്കുള്ള കിറ്റുകൾ, നമസ്കാര കുപ്പായം എന്നിവ വിതരണം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തകരായ റാഫി പുതിയ കടവ്, ഡോക്ടർ അബ്ദുസലാം കണ്ണൂർ, അബ്ദുൾ റഫീഖ് കോഴിക്കോട്, സ്നേഹ സന്ദേശം ഭാരവാഹി മുഹമ്മദ് മുസ്തഫ കാളാട്, മുസ്തഫ കാവുങ്ങൽ, ഷംസു ചിറമംഗലം, റസാഖ് എടക്കടപ്പുറം, ഫയാസ് എന്നിവർ സംസാരിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി AP സുബ്രഹ്മണ്യൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അബൂബക്കർ തിരൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് താനൂർ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.